എല്ലാവർക്കും ഷീ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല പഴുത്ത 2 നേന്ത്രപ്പഴം കയ്യിലുണ്ടോ? എന്നാൽ പിന്നെ 2 പഴം, 2 മുട്ടയും കുറച്ച് തേങ്ങയും വെച്ചിട്ട് നമുക്ക് അടിപൊളി സ്നാക്ക് ഉണ്ടാക്കി നോക്കാം. ഇതൊരു പോളയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഒരു ഫില്ലിംഗ് ആണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ ആദ്യം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 3-4 ടീസ്പൂണിൽ നെയ്യ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്ന് റോസ്റ്റ് ആകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3/4 കപ്പ് ചെറിയ തേങ്ങ ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ ഉന്നക്കായക്കൊക്കെ ഉണ്ടാക്കുന്നത് പോലത്തെ ഒരു ഫില്ലിങ് തന്നെയാണ് ഇതിനും ഉപയോഗിക്കുന്നത്. തേങ്ങ ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂണിൽ ഏലക്കായ് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മധുരം നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ 2.5 ടേബിൾ സ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ അധികം വറന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കാം. ഈ പഞ്ചസാരയൊക്കെ അലിയുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് ഈ തേങ്ങയിൽ ഒന്ന് വിളയിച്ചെടുക്കണം. അങ്ങനെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം. ഇനി പോളയുടെ ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 2 പഴുത്ത നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായി മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ചില നേന്ത്രപ്പഴം ചവർപ്പുള്ളത് പോലത്തെ ഒക്കെ കിട്ടാറുണ്ട്. അങ്ങനത്തത് എടുക്കാൻ പാടില്ല. നല്ല പഴുത്ത നേന്ത്രപ്പഴം തന്നെ ഇതിന് വേണ്ടി എടുക്കണം. അപ്പോൾ മധുരത്തിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്കിത് അരച്ചത് ലൂസായി പോയിന്ന് തോന്നുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂണിൽ മൈദപ്പൊടി ഇട്ടിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് ഒരു പഴയ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് പോള ഉണ്ടാക്കുന്ന സോസ് പാൻ വെച്ചിട്ടുള്ളത്. ഇനി പാൻ ഒന്ന് ചൂടായിട്ട് വരണം. ഇപ്പോൾ സോസ് പാൻ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂണിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നെയ്യ് പാനിൽ മൊത്തം സ്പ്രെഡ് ആകുന്നത് പോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. അപ്പോൾ ഈ പാന് ചെറിയ തീയിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഈ ചൂടായി കിടക്കുന്ന പാനിലേക്ക് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെയും പഴത്തിൻ്റെയും മിക്സിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ ഫില്ലിങ് അല്പമായിട്ട് ഇങ്ങനെ മൊത്തത്തിലൊന്ന് ചുറ്റും ഇട്ട് കൊടുക്കാം. പിന്നെ സൈഡിലും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ ഒഴിച്ചു കൊടുത്താലും അത് മൊത്തത്തിൽ ബേക്കായിട്ട് കിട്ടിക്കോളും. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ള സോസ് പാൻ അല്പം ചെറുതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള മൊത്തം ഫില്ലിങ്ങും എനിക്ക് എടുക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഫില്ലിങ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതിൻ്റെ ബാക്കി ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് ഇത് മൊത്തം കവർ ചെയ്യുന്ന രീതിയിൽ വേണം ഒഴിക്കാൻ. അപ്പോൾ നമ്മുടെ മൊത്തം മിക്സ് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതൊന്ന് ലെവലാക്കി കൊടുക്കാം. അപ്പം ബാക്കി വന്നൊരു കുറച്ച് ഫില്ലിങ് ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ചെറിയ തീയിൽ 1/2 മണിക്കൂർ നേരത്തേക്ക് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനതൊന്ന് തുറന്ന് നോക്കുമ്പോൾ സൈഡൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇതൊന്നൊരു കത്തി വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പോളയുടെ അടിഭാഗം നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മുകൾ ഭാഗം കൂടി വേവിക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷം അതിലേക്ക് പോള നമുക്ക് ഇട്ട് കൊടുത്തിട്ട് മറുഭാഗം കൂടി വേവിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അടിഭാഗം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു സൈഡ് ബേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറേ നേരം വെച്ച് കൊടുക്കൊന്നും വേണ്ട, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അങ്ങനെ 2 സൈഡും കുക്കാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ പോള നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. അപ്പോൾ ഇനി നല്ല പഴുത്ത പഴമൊക്കെ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. ഇത് നമ്മൾ ഉന്നക്കായ് പോള എന്നാണ് വിളിക്കാറ്. സാധാരണ നമ്മൾ പോളയൊക്കെ ഉണ്ടാക്കുമ്പം പഴം വേവിച്ചിട്ടൊക്കെയാണ് ഇതുപോലെ അരച്ചെടുക്കുകയല്ല ചെയ്യാൻ. ഇത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോയുടെ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കുക.
അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നതുകൊണ്ട് നമുക്കിതുപോലെ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പികൾക്ക് വേണ്ടി സ്റ്റേ ട്യൂൺ ഷീ സ്റ്റോറീസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.